ഇവിടെ ഒരു വിവാദത്തിൽ സ്വാമിയുടെ നിർദ്ദേശമാണ്. വിവാദം എന്താ വെച്ചാൽ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നതിനുള്ള വിവാദത്തിൽ സ്വാമിജിയുടെ വിലയേറിയ നിർദ്ദേശം അറിയാൻ താല്പര്യപ്പെടുന്നു. ഈ ചിദാനന്ദപുരി സ്വാമി കഴിഞ്ഞ 30-ലധികം കൊല്ലങ്ങളായിട്ട് ഈ പൊതുവേദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 35 കൊല്ലമായി. എന്നാലും ഉറപ്പിച്ച് പറയാം 30-ലധികം കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്ത്? ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പോകണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയില്ല. ക്ഷേത്രത്തിൽ ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത്, രണ്ടും രണ്ടാണ്. ഒരാൾക്ക് ഷർട്ട് അഴിച്ചു പോകണം, അഴിച്ചു പോയിക്കോട്ടെ. ഒരാൾക്ക് ഷർട്ട് ഇട്ട് പോകണം, അതിനനുവദിക്കണം എന്നാണ് പറയാറ്. അത് പുതുതായിട്ട് ഇക്കൊല്ലം പറയണതല്ല, കഴിഞ്ഞ കൊല്ലം പറയണതല്ല, കഴിഞ്ഞ 3.5 ദശകങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ പ്രസംഗത്തിലും പറയില്ല, ഈ ചോദ്യം വന്നാൽ പറയും, ആ ഒരു സന്ദർഭം വന്നാൽ പറയും. ഓരോരു പ്രകടനം വരുമ്പോഴാണല്ലോ ആ പ്രകടനം ചർച്ച ചെയ്യുക. അല്ലാണ്ട് എല്ലായിടത്ത് പോയാലും ഒന്ന് പറയുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമല്ലല്ലോ. ആ വിഷയം വന്നാൽ പറയും, ഇപ്പോഴും പറയും. അതുകൊണ്ട് ഒന്ന് തന്നെ ആവർത്തിക്കാനുള്ളൂ, ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെ ചിട്ടകളുണ്ടോ അത് പാലിച്ചോളൂ, വിരോധമില്ല. എന്നാൽ സാമാജികമായി എപ്രകാരം സ്ത്രീകൾക്ക് ബ്ലൗസ് തുടങ്ങിയ മേൽവസ്ത്രങ്ങൾ അനുവദിച്ചുവോ അതുപോലെ പുരുഷന്മാർക്ക് ഷർട്ട് തുടങ്ങിയ മേൽവസ്ത്രങ്ങൾ അനുവദിക്കണം എന്നാണ് അഭിപ്രായം. ഇതിൻ്റെ അർത്ഥം നാളെ ഒരാൾ ബ്ലൗസ് ഇടാണ്ട് പോയി അയാളെ കയറ്റാതിരിക്കരുത് എന്നുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. നാളെ ഒരാൾ ഷർട്ട് ഇടാണ്ട് പോയി അയാളെ കയറ്റാതിരിക്കരുത്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഷർട്ട് അഴിപ്പിക്കരുത്. ഇത് കഴിഞ്ഞ ഷർട്ടിനല്ല പ്രശ്നേ. ഒരു നേരം പോക്ക് പറഞ്ഞു തരാം നിങ്ങളോട്. ആശ്രമത്തിൽ വരുന്നൊരു കുടുംബം ഉണ്ടായ സംഭവമാണ് കേട്ടോ, കഥയല്ല. അതിൽ ഒരു മോനും മോളുമാണ്, ചേച്ചിയാണ്, അനിയനാണ് മോൻ. അപ്പോൾ ഇവർ പോയി ഗുരുവായൂർ പോയി റൂമൊക്കെ എടുത്ത് താമസിക്കുക. അപ്പോൾ ഞാൻ ഈ മക്കളോട് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യണം കൂട്ടാ. എന്താണ്? നീ ഈ ഷർട്ട് ഇട്ടൊന്ന് പോവുക, പോകുമ്പോൾ നിന്നെ കയറ്റില്ല, നീ ഒരു ലഹളയ്ക്കും പോകരുത്, ബഹളത്തിനും പോകരുത്, തിരിച്ച് റൂമിൽ തന്നെ പോവുക, ആ ഷർട്ട് ചേച്ചിക്ക് കൊടുക്കുക, എന്നിട്ട് ചേച്ചി പോട്ടെ. യവൻ ഈ പറഞ്ഞ പോലെ യവൻ ഷർട്ട് പോയി കയറ്റിയില്ല. തിരിച്ച് പോകണം, ഷർട്ട് അയക്കണം, നേരെ പോയി ഇതേ ഷർട്ട് ചേച്ചി ഇട്ട് പോയപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. എന്താ ഇപ്പോൾ സംഭവം? അപ്പോൾ ഷർട്ടല്ല പ്രശ്നം. ഒരാൾ ക്ഷേത്രത്തിൽ പോവുക, പാൻസ് ഇട്ട് പോകാൻ പാടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാൻസ് ഇട്ട് പോകാൻ പാടില്ല. സന്തോഷം, ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ്, പോകണ്ട. കാരണം ദിവസം അലക്കാത്ത വസ്തു അതേ, ദിവസം അലക്ക് കാണിച്ചാൽ പോയിക്കോളൂ, ഇരിക്കട്ടെ. എന്നിട്ട് ഒരു 2 മടക്കം അങ്ങോട്ട് മടക്കി ഇവിടെ അടിയിൽ, എന്നിട്ട് മുകളിൽ വാടകയ്ക്ക് വാങ്ങിയ മുണ്ട അങ്ങോട്ട് കൊടുത്തു. കടന്നു പോയിക്കോളൂ, അകത്ത് പോയി, ഭഗവാനെന്നാ നിന്നെ കാത്തിരിക്കുകയല്ലേ, നോക്കണേ ഈ സാധനം അടിയിൽ കിടക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റിയിരിക്കണത് മുണ്ടോ അലക്കിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ട്, കാരണം വാടകയ്ക്കുള്ളതാ. നമ്മൾ മടക്കി കൊടുത്താൽ അവനവിടെ മടക്കി വെക്കും, അടുത്ത ആൾ വരുമ്പോൾ അത് കൊടുക്കും, പിറ്റത്തെ ആൾ വരുമ്പം കൊടുക്കും. എത്ര പേരെടുത്ത മുണ്ടാ? ഭഗവാന്റെ പ്രസാദമായിട്ട് നല്ലോണം ചൊറി കിട്ടും, ഉറപ്പ്. ചർമ്മരോഗം വരും. എന്താണ് ഇതിനൊക്കെ ഒരു യുക്തിയുള്ളത്? എന്താണ് ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുള്ളത്? അപ്പോൾ ഒരു ആചാരം അനുഷ്ഠാനം എന്താണ്, ഉപാസനയുടെ ഭാഗമായിട്ട് എന്താണ്, സാമൂഹികമായിട്ടുള്ളത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സാമൂഹികമായിട്ടുള്ളത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് പറയുന്ന സമയത്ത് ചില സംസ്കൃത ശ്ലോകം കൊണ്ടുവരുന്നുണ്ട്. കേൾക്കുമ്പോൾ തോന്നും പ്രാചീനമായിട്ടുള്ള ഏതോ ഋഷിപ്രോക്തമായ ശ്ലോകമെന്ന്. സർ CPൻ്റെ കാലത്ത് എഴുതിയതാ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ സന്ദർഭത്തിൽ എഴുതിയുണ്ടാക്കിയ ശ്ലോക അതാ കൊണ്ടുവരണത്. ഷർട്ട് ഇട്ടിട്ട് പുരുഷന്മാർ പോകരുത്, മേൽവസ്ത്രം ഇടാണ്ട് സ്ത്രീകൾ പോകരുത് എന്നൊക്കെ പണ്ട് ചില ശ്ലോകങ്ങളുണ്ട്. ഒക്കെ അസ്സായിട്ട് അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. അതൊരു സ്മൃതിയുമല്ല, ഒരു ശ്രുതിയുമല്ല, 1936 എഴുതിയുണ്ടാക്കിയതാ. അതുകൊണ്ടത് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പക്ഷേ യുക്തി പറയണം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ചിലർ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഈ ഒരു കമൻറ്റ് ഫേസ്ബുക്കിൽ കണ്ടു, സ്വാമി ബ്രോ നിങ്ങൾ ജീൻസും ഷർട്ടും ഇട്ടിട്ട് ഇത് പ്രസംഗിച്ചോളൂ എന്ന്. ഭഗവാനെ, എൻ്റെ സഹോദരി, ഞാൻ ഇന്ന് വരെ ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയില്ല. ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുതെന്നേ പറയുള്ളൂ. ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുതെന്ന് പറഞ്ഞാൽ ഷർട്ട് ഇടാണ്ട് പോകേണ്ടവർക്ക് ഇടാണ്ട് പോവാം, ഇട്ട് പോകേണ്ടവർക്ക് ഇട്ട് പോവാം. വിയർപ്പ് പരസ്പരം ഒട്ടിയിട്ട് ചർമ്മരോഗമൊക്കെ പകരണം എന്നുള്ളവർക്ക് സന്തോഷം, അങ്ങനെ നിൽക്കാം. അല്ല, ഒരു വസ്ത്രം നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധരിക്കാം. യുക്തി വേണം. അഥവാ പറയുന്നതിന് ഒരു ശാസ്ത്ര പ്രമാണം വേണം. എന്തുകൊണ്ട് എന്നുള്ള വിഷയം ചിന്തനീയമാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, എന്താ പറയണതെന്ന് ശ്രദ്ധിച്ചു പോലും കേൾക്കാതെയാണ് അഭിപ്രായം പ്രകടിപ്പിക്കുക.
എന്താ എഴുതിയതെന്ന് മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് ഉടനെ അഭിപ്രായ പ്രകടനം കഴിയും. അതൊരു രോഗമായി ഇന്ന് മാറിയിരിക്കുക. ആ രോഗത്തിൻ്റെ ഫലമാണ് ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ളവർ, സന്യാസിമാർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഷർട്ട് ധരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പലരും പറയുന്നത്. ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയില്ല. എന്നാൽ പറഞ്ഞിട്ടുണ്ട്, നിരന്തരം പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും. ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത്. ഷർട്ട് ഇട്ട് പോകാവുന്നവർക്ക് ഷർട്ട് ഇട്ട് പോകാം, ഷർട്ട് അഴിച്ചു പോകേണ്ടവർക്ക് ഷർട്ട് അഴിച്ചു പോകാം. ഇത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് ഇത് നിരന്തരം പറയാറുണ്ട്. എന്താണ് അതിൻ്റെ കാര്യകാരണങ്ങൾ? ഇതിന് താത്വികമായ ഒരു അവലോകനമൊന്നും ആവശ്യമില്ല. വസ്തുനിഷ്ഠമായി സത്യസന്ധമായി ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ മുത്തശ്ശൻ്റെ അച്ഛന് എന്താ ഷർട്ട് എന്നറിയായിരുന്നോ? പോട്ടെ, മുത്തശ്ശൻ്റെ അച്ഛൻ അറിയിച്ചാൽ ശരി, മുത്തശ്ശൻ്റെ മുത്തശ്ശൻ അറിയായിരുന്നോ? അറിയില്ല എന്ന് ഉറപ്പാണ്. അവർക്ക് അറിയേയില്ല. ബ്ലൗസ് എന്താ, ചുരിദാർ എന്താ, അതിൻ്റെ ടോപ്പ് എന്താന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിക്ക് അറിയായിരുന്നോ? അറിയില്ലായിരുന്നു. അന്ന് സ്ത്രീ ആയാലും പുരുഷനായാലും അരയ്ക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുമായിരുന്നു, മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. ഇതൊരു വസ്തുതയാണ്. ക്രമേണ കാലഗതിയുടെ പരിവർത്തനമനുസരിച്ച് മേൽവസ്ത്രം ആരംഭിച്ചു. ആദ്യം നേരിയത് പുതയ്ക്കാൻ തുടങ്ങി. പിന്നെ 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 പതുക്കെ ഷർട്ട് തുടങ്ങിയത് വന്നു. ബ്ലൗസിന് മുന്നോടിയായിട്ട് മുലക്കച്ചയാണ് വന്നത്. പിന്നീടാണ് ബ്ലൗസ് വന്നത്. ഓർമ്മിക്കുകയല്ലേ എന്നുള്ളത്. ഇതുണ്ടായിരുന്നില്ല, പിന്നെ വന്നു. അങ്ങനെ നമ്മുടെയൊക്കെ ഒരു മുത്തശ്ശനായപ്പോഴത്തേക്ക് അവർ വല്ല കോടതിയിൽ പോകുമ്പോഴോ, അതാണുള്ളൊരു പ്രധാനമായിട്ട് പോകാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ദൂരെ എങ്ങോട്ടെങ്കിലുമൊക്കെ വല്ല എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഷർട്ട് എടുത്തിടുക. ആകെ ഒരു ഷർട്ടേ ഉണ്ടാവുള്ളൂ. തിരിച്ച് വീട്ടിലെത്തേണ്ട ഗ്രാമത്തിലെത്തിയാൽ തന്നെ ആദ്യം ചെയ്യണ പരിപാടി അത് അഴിച്ചിട്ട് ഒരാണിയുമ്പോൾ തൂക്കുകയാവും. ഒന്ന് ഓർത്ത് നോക്കൂ, പലർക്കും ഇത് ഓർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒക്കെ ഷർട്ട് ഇടാൻ തുടങ്ങി. പക്ഷെ അവരും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അപ്പം അഴിച്ചു വയ്ക്കുകയായിരുന്നു. വീട്ടിലിടുന്ന പരിപാടിയില്ല. നമ്മുടെയൊക്കെ അച്ഛനായപ്പോഴത്തേക്ക് സാമാന്യേന ഷർട്ട് എപ്പോഴും ധരിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മാത്രം അഴിക്കണ ഒരു വസ്തുവായി മാറി ഷർട്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച് വരുമ്പോൾ ഷർട്ടും ഉണ്ടാവും, കയ്യിൽ സ്മാർട്ട് ഫോണും ഉണ്ടാവും. ആ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതെ, സംശയമില്ല, ഉണ്ടാവും. ഇപ്പോൾ കാലത്തിൽ വന്ന മാറ്റമാണത്. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ മേൽവസ്ത്രം വന്നത്. നേരിയത് പുതയ്ക്കുന്ന രീതി, പതുക്കെ പതുക്കെ ബ്ലൗസ് വന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ എന്നല്ല സാമൂഹികമായി എല്ലാ സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ അതിൻ്റെ പ്രവർത്തകർ കേരളത്തിൽ, അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ, മറ്റെല്ലാ സ്ഥലത്തും അംഗീകരിച്ചു ഷർട്ട്. കേരളത്തിൽ അംഗീകരിച്ചില്ല. ഇപ്പോഴും അതേ രീതി നിർബന്ധമായി തുടരണം എന്നുള്ള പക്ഷം ഭൂരിഭാഗവും നിലനിർത്തുന്നു. ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത്, കാലത്തിനനുസരിച്ച പരിവർത്തനം സ്ത്രീയിൽ അനുവദിച്ചെങ്കിൽ എന്തുകൊണ്ട് പുരുഷനിൽ അനുവദിച്ചുകൂടാ? അതിനെന്തെങ്കിലും ശാസ്ത്രീയ കാരണമുണ്ടെങ്കിൽ അത് പറയാം. തീർച്ചയായിട്ടും നമ്രശിരസ്കന്മാരായി സ്വീകരിക്കും. അപ്പോൾ ഇത്രയും നേരം ഏകവചനത്തിൽ പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ നമ്രശിരസ്കന്മാരായിട്ട് സ്വീകരിക്കുന്ന ബഹുവചനം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി നമ്മൾ കഴിഞ്ഞൊരു 30 വർഷത്തിലധികമായിട്ട് ഈ വിഷയം നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം അത് മാത്രമല്ല, കേരളത്തിലുള്ള മൊത്തം സന്യാസ ദീക്ഷ സ്വീകരിച്ച, സാമ്പ്രദായികമായി സന്യാസ ദീക്ഷ സ്വീകരിച്ച 95% സന്യാസിമാരും ഒത്തൊരുമിച്ച 480ഓളം സന്യാസിമാരൊത്തൊരുമിച്ചൊരു മഹാസമ്മേളനം കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ വെച്ച് നടത്തിയുണ്ടായി, മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ. അതിൽ ഹിന്ദു സമാജത്തിൻ്റെ ഉത്കർഷത്തിനുതകുന്ന 10-60ഓളം തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുത് എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് സന്യാസിമാരത് പറഞ്ഞത്?
ഇതിൻ്റെ അർത്ഥം ഷർട്ടിട്ട് പോകണമെന്നല്ല, ഷർട്ട് അഴിക്കണമെന്ന് നിർബന്ധിക്കരുതെന്നാണ്. ഇതെന്തിനു വേണ്ടി പറഞ്ഞു എന്ന് പോലും മനസ്സിലാക്കാതെ പലരും സ്വാമി ബ്രോ നിങ്ങളൊരു ജീൻസ് ഇട്ടിട്ട് ഷർട്ടും ഇട്ടിട്ട് പ്രസംഗിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട്, വളരെ ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ ദിവസവും ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുക. അത് സന്തോഷമാണല്ലോ. കാരണം ഞങ്ങളിങ്ങനെ പുറത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഞങ്ങൾക്ക് ഉപദേശം പൊതുവേ കിട്ടുന്നത് കുറവാണ്. അതിങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. നിങ്ങൾ ആദ്യം ഒരു ഷർട്ട് ഇടൂ എന്നിട്ട് പറയൂ എന്നൊക്കെ ധാരാളം ഉപദേശം. ഷർട്ട് ഇടില്ല എന്നൊന്നും പറയണില്ല. ഇവിടെ ഇപ്പം എന്തിനാണ് ഇടണത്? അതുകൊണ്ട് ഇടണില്ല. ഭാരതത്തിന് പുറത്ത് പോകുമ്പോൾ, വിശേഷിച്ച് തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഷർട്ടും ഇടാറുണ്ട്, ഷർട്ടിൻ്റെ പുറത്ത് സ്വെറ്ററും ഇടാറുണ്ട്, നല്ല തണുപ്പുള്ള സമയം അതിൻ്റെ മുകളിൽ ജാക്കറ്റും ഇടാറുണ്ട്, ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ കൗപീനം മാത്രമേ തന്നിട്ടുള്ളൂ. ഇതൊക്കെ അധികപ്പറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇടില്ല എന്നൊന്നുമില്ല. ഇനി ഇടണം എന്ന് പറഞ്ഞിട്ടുമില്ല. ഇടാനും ഇടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒന്നുണ്ട്, തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവർ ദയവ് ചെയ്ത് ഇടണം. നമ്മൾ പോകണില്ല. കാരണം അവിടെ കൂടി നിൽക്കുക, അപ്പോഴത്തേക്ക് നട അടച്ചിട്ടുണ്ടാവും, അപ്പോഴത്തേക്ക് ചേർന്ന് നിൽക്കും, വിയർത്തൊലിച്ച് എവൻ്റെ വിയർപ്പ് മുഴുവൻ അവൻ്റെ ദേഹത്ത്, അവൻ്റെ വിയർപ്പ് മുഴുവൻ അവൻ്റെ ദേഹത്ത്, എന്നിട്ട് ഭഗവാന്റെ പ്രസാദം ചർമ്മരോഗം. എന്തിനതിൻ്റെയൊക്കെ ആവശ്യം? അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു കാരണം വേണം. ഒരു കാരണമില്ല. അപ്പോഴാണ് ഒരു കൂട്ടർ പറയണത്, അങ്ങനെയല്ല സ്വാമി, ദേവൻ്റെ ചൈതന്യം നേരിട്ട് ഹൃദയത്തിലേക്ക് പോകണമെങ്കിൽ ഷർട്ട് ധരിക്കരുത്. ഭഗവാനെ ഇങ്ങനെ അവഹേളിക്കാൻ പാടുണ്ടോ? ഒരു കോട്ടൺ ഷീറ്റിനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതാണോ ഇപ്പോൾ ദേവചൈതന്യം? അങ്ങനെയാണെങ്കിൽ ഈ ശക്തമായ ഈ മസിൽസിനെയും ഈ അസ്ഥിക്കൂടത്തെയും ഒക്കെ എങ്ങനെയാണ് തുളയ്ക്കുക? ചോദ്യം 1. ചോദ്യം 2, സ്ത്രീകൾക്കിതൊന്നും വേണ്ടേ? നവന സ്ത്രീകളും കഴിക്കണം എന്ന് പറയണം. പറയുന്ന അർത്ഥം വേണ്ടേ? അപ്പോഴാണ് ചിലരൊരു ശോകം കൊണ്ടുവരുന്നത്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തൈലാഭ്യംഗം ചെയ്ത് ഘൃതാഭ്യംഗം ചെയ്ത് പുരുഷന്മാർ കഞ്ചുകാവരണം ഇട്ട് പോവരുത്, സ്ത്രീകൾ കഞ്ചുകാവരണം അഴിച്ചു പോവരുത് എന്ന്. ഇപ്പോൾ സംസ്കൃതം ചൊല്ലിയാൽ ചിലരുടെ വിചാരം ഇത് പ്രാചീനമാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്ന സമയത്ത് ചിലർ കൂടി ആലോചിച്ചു. അത് വിദ്വാൻമാരോട് കൂടി ആലോചിച്ചിട്ടൊന്നുമില്ല, എല്ലാ വിദ്വാൻമാരോടും കൂടി ആലോചിച്ചിട്ടില്ല, ചില വിദ്വാൻമാരോട് കൂടി ആലോചിച്ചു. തന്ത്രിമാരോട് ആലോചിച്ചിട്ടില്ല. സർ CP രാമസ്വാമി അയ്യർ ഒരൊറ്റ തന്ത്രിയോടും ആലോചിച്ചതായിട്ട് വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. മറിച്ച് മദനമോഹൻ മാളവിയെ പോലുള്ള വലിയ വിദ്വാൻമാരോട് സംസാരിച്ച് അങ്ങനെ സംസ്കൃത വിദ്വാൻമാരെ കൊണ്ട് ശ്ലോകം എഴുതിച്ചു. ആ ശ്ലോകമാണ് ഇത്. എണ്ണ തേച്ചും നെയ്യ് തേച്ചും വസ്ത്രം മേൽവസ്ത്രം ധരിച്ചും കഞ്ചുകം ധരിച്ചും പുരുഷന്മാർ പോവരുത്, കഞ്ചുകം ധരിക്കാതെ സ്ത്രീകളും പോവരുത് എന്ന് നിയമം. അത് പ്രാചീനം, സ്മൃതിയല്ല, ശ്രുതിയല്ല. പക്ഷെ സംസ്കൃതം കേട്ടാൽ ചിലരുടെ വിചാരം അത് പ്രമാണമെന്നാണ്. അതിപ്പോൾ ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, ആശ്രമത്തിൽ നമ്മൾ എല്ലാ പരിപാടികൾക്കും വന്ന് അനുഗ്രഹിക്കുന്ന വലിയൊരു, നമ്മൾ അങ്ങേയറ്റം പൂജിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ട്. അപ്പോൾ സ്വാമിജി ഒരു ദിവസം ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തെ കുളത്തിൽ കുളിക്കുക. കുളി കഴിഞ്ഞു, ഭസ്മം അടുത്ത് നനച്ച് തൊടുക. അപ്പോൾ ഉടനെ അടുത്ത് കുളിച്ച് നിൽക്കണ 2 പേർക്കൊരു സംശയം. അല്ല സ്വാമി, ഭസ്മം രാവിലെ അല്ലേ നനച്ച് തൊടുക, വൈകുന്നേരം നനച്ച് തൊടാൻ പാടുണ്ടോ? ഓ, വൈകുന്നേരം നനച്ച് തൊടാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർ ചോദിച്ചു, അതിന് വല്ല പ്രമാണമുണ്ടോ? പിന്നെ പ്രമാണമില്ലാതെ? പ്രമാണമുണ്ട്. സ്വാമിജി അപ്പം ചൊല്ലി. എന്താ ചൊല്ലിയത്? ഭസ്മലേപം സദാ കുര്യാത് ന കഥാപ്യുദകം വിന ആശൗചകാലേ സംപ്രാപ്തേ ധാരയേതുദകം വിന. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഉണ്ടാക്കി ചൊല്ലിയതാ, പിന്നെ എവിടെ കേൾക്കണത്, എവിടെ കേൾക്കാനാ? പക്ഷെ സംസ്കൃതം ചൊല്ലിയപ്പോൾ സന്തോഷമായി. പ്രമാണമുണ്ട് കേട്ടോ, ഒരു തെറ്റുമില്ല, ഭസ്മം വൈകുന്നേരം നനച്ച് തൊടാം. എന്തിനാ ഇങ്ങനത്തെ വിട്ടിത്തരം? അല്ലെങ്കിൽ ഒരു കാരണം പറയണം, എന്തുകൊണ്ട് പാടില്ല? അല്ല സ്വാമി, ആചാരം മാറ്റാൻ പാടില്ല. ആചാരം ആര് പറഞ്ഞു മാറ്റാൻ പാടില്ല? ഒരു സമാജവും ഒരു വ്യവസ്ഥയും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ തയ്യാറല്ലാത്തൊരു വ്യവസ്ഥയും നിലനിന്നിട്ടില്ല, നിലനിൽക്കുകയുമില്ല. അതിലൊരു സംശയവുമില്ല. അതിൽ നമുക്ക് മാറ്റാവുന്നതും മാറ്റരുതാത്തതുമുണ്ട്. ഇപ്പോൾ ഒരു ദേവൻ്റെ ഭാവം, ആ ദേവൻ്റെ ഭാവത്തിനനുസൃതമായ ആചരണങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ദേവൻ്റെ ഭാവം മാറപ്പെടണം. അതിന് പുനഃപ്രതിഷ്ഠാ സന്ദർഭത്തിൽ ആ ദേവൻ്റെ ഭാവം മാറ്റിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആചാരം മാറ്റാം.
മനുഷ്യന്മാരുടെ സാമൂഹിക ആചാരങ്ങൾ, അടിവരയിട്ട് പറയുകയാണ്, സാമൂഹിക ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഈ വസ്ത്രവിധാനമൊക്കെ അത്രയേ ഉള്ളൂ. ഇവിടെ ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെ പറയുന്നുണ്ട്. ഒരാൾ പൂലിട്ടിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അഴിക്കണം എന്ന് പറയണതെന്ന്. മഹാവിഡ്ഢിത്തം. അത് ഷർട്ട് അഴിക്കാൻ നിർബന്ധിക്കരുത് എന്നുള്ള നമ്മളെപ്പോലുള്ള പക്ഷം പറയുന്ന ചിലരാണ് പറയുക. പക്ഷെ അത് വിഡ്ഢിത്താണ്. പൂണൂലുണ്ടോ നോക്കാനല്ല ഷർട്ട് അഴിക്കാൻ പറയും. ഷർട്ട് എന്നൊരു സാധനം പണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് പൂണൂലുണ്ടോയെന്ന് അറിയാൻ പണ്ട് ആരും കിട്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരാൾ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇടാത്തത് എന്തിനാണ് അഴിക്കണത്? ഇട്ടാലേ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. ചിന്തിക്കുക. ഇത് മാറി വന്ന ഒരു ആചരണത്തെ ക്ഷേത്രപ്രവർത്തകർ സ്വീകരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. മറ്റെല്ലായിടത്തും ഷർട്ട് ഇട്ടിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പവുമായോ അവിടുത്തെ ദേവചൈതന്യവുമായോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയമം നിലനിൽക്കണം. എങ്കിൽ ഒരിക്കലും മാറ്റരുത് എന്ന് നമ്മളും പറയും. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇത് നിഷ്കർഷിക്കരുത് എന്ന് നിങ്ങളെപ്പോലുള്ളവർ പറയുന്നത്? നോക്കൂ, ഇന്ന് നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ തന്നെ ഈ സാധനം ഇട്ട് ശീലിച്ചവരാ. അല്ലാന്ന് ഇവിടെ ഇരിക്കുന്നവർ സത്യസന്ധമായി പറയുക. അങ്ങനെ ശീലിച്ച മക്കൾക്ക് ഒരു അഡോളസൻ്റ് പ്രായമൊക്കെ ആവുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പെൺകുട്ടികളുടെയൊക്കെ മുമ്പിൽ ഷർട്ട് അഴിക്കാൻ ഒരു മടിയുണ്ടാവും. അത് സാധാരണയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇന്ന് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകുന്ന യുവജനങ്ങളുടെ എണ്ണം കുറവില്ല, പക്ഷേ യുവാക്കളുടെ എണ്ണം കുറവാണ്, വളരെ കുറവാണ്. അവർ പുറമേന്ന് പ്രാർത്ഥിച്ചു പോകും. നമ്മുടെ തന്നെ വളരെ അടുപ്പമുള്ള ഒരുപാട് പേര് ക്ഷേത്രത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. സേവനം, ക്ഷേത്രത്തിൽ എന്തെങ്കിലും ചടങ്ങുകൾ വരികയാണെങ്കിൽ എന്ത് അത്യധ്വാനം ചെയ്യാൻ തയ്യാറാണ്. അത്രയേർക്ക് വിശ്വാസമാണ്. പക്ഷേ അകത്തേക്ക് പോകില്ല. വല്ല വട്ടം കറങ്ങി അങ്ങ് പോയി കളയും. എടാ നീ പോയി ക്ഷേത്രത്തിന് അകത്ത് പോയി തൊഴുതുപാടേ പോയില്ല, ചുറ്റി കളിച്ചങ്ങ് പോകും. കാരണം അത് അഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് അതിനനുസൃതമായ രീതിയിലേക്ക് വന്നാലേ സമൂഹം അങ്ങോട്ട് പോകും. ആ സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ എന്തിനാ മാറ്റം വരുത്തണത് എന്ന് ചോദിക്കും. മാറ്റം വരുത്താതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയ കാരണം വേണം, അത് പറയണം. പക്ഷേ ഇത് ചോദിക്കുമ്പോൾ പിന്നെ തെറിയാണ്. എന്തൊക്കെ തെറിയാ വിളിക്കുകയെന്നാ? അതിപ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല. വിളിക്കണ തെറി സ്വീകരിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അത് നമ്മൾ സ്വീകരിക്കാത്ത കാലത്തോളം പറഞ്ഞ ആളുടെ അടുത്ത് തന്നെയല്ലേ ഇരിക്കുക, ഇല്ലേ? അത് നമുക്കതിൽ യാതൊരു വിരോധവും ഇല്ല. എന്ന് മാത്രമല്ല, എത്ര വൈകാരികമായിട്ട് ഹിന്ദു സമാജത്തിന് വേണ്ടി ദശകങ്ങളായി സമാജോത്കർഷം വിചാരിച്ച് പ്രവർത്തിച്ച സന്യാസിമാരെ അടക്കം നല്ല തെറിവാക്ക് വിളിക്കാൻ ഒരു മടിയില്ലാത്ത അവസ്ഥയായിരിക്കുക ഭക്തശിരോമണികൾക്ക്. അപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? അപ്പം എന്തിനു വേണ്ടി ഇവർ പറയുന്നു എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവെങ്കിലും വേണ്ടേ? അവിടെ സ്വാഭിമാന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചിദാനന്ദപുരസ്വാമിയെ പോലുള്ളവർ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരായി അശ്ലീല പദപ്രയോഗങ്ങൾ വരെ ഉപയോഗിക്കുന്നൊരു കാലമായി ഇന്ന് മാറിയിരിക്കുകയാണ്. അതിൽ നമുക്ക് യാതൊരു വിരോധവും ഇല്ല, ഒരു വിരോധവും ഇല്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ആന്തരികമായ സംസ്കാരത്തിൽ നിന്നാണല്ലോ പദങ്ങൾ പുറത്തേക്ക് വരിക. അത്ര മാത്രമേ അതിലുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കുക എത്രമാത്രം വൈകാരികതയാൽ നമ്മുടെ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ഏതായാലും വളരെ നല്ല ഒരു ചോദ്യമാണത്. അതുകൊണ്ടാണ് അത്രയും വിസ്തൃതമായി മറുപടി പറഞ്ഞത്.